നമസ്കാരം. ആപത്തും ദുരിതവും തടയാനായിട്ട് ഏകാദശി, അതായത് നിർജ്ജല ഏകാദശി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏകാദശികളുണ്ട്. 12, 24 ഏകാദശികളാണ്. 12 മാസത്തിൽ 2 വെച്ച് 24 ഏകാദശികളാണ്. ഓരോ ഏകാദശിക്കും ഓരോന്നാണ്. 24 ഏകാദശി നോൽക്കുന്നവർക്ക് കുഴപ്പമില്ല, അവർക്കെല്ലാം അതിൻ്റെ പുണ്യവും കിട്ടിയിട്ടുണ്ടാവാം. നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത് മിഥുന മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് നിർജ്ജല ഏകാദശി എന്ന് പറയുക. ഇതിനെ നമ്മൾ ഭീമസേനി ഏകാദശി എന്ന് പറയാറുണ്ട്. എല്ലാ ഏകാദശികളെക്കാളും വളരെ വൈകുണ്ഠ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ നിർജ്ജല ഏകാദശി വളരെ വിശേഷമാണ്. വേദവ്യാസന്റെ നിർദ്ദേശപ്രകാരം ഭീമസേനൻ ഈ വ്രതം അനുഷ്ഠിക്കുകയും അങ്ങനെ ഭീമസേനൻ ആഗ്രഹിച്ച ആഗ്രഹത്തിൽ സാഫല്യ നിർവൃത്തി കൈവരിക്കുകയും ചെയ്ത ഏകാദശിയാണ് നിർജ്ജല ഏകാദശി. ഒരു തുള്ളി ജലം പോലും ഇറക്കാതെ അന്ന് നിർജ്ജല ഏകാദശിയായിട്ട് ആ വ്രതം ഭീമൻ അനുഷ്ഠിച്ചു. ഈ വ്രതം അനുഷ്ഠിച്ചാൽ സാഫല്യ പൂർത്തീകരണം വരും എന്നുള്ളതാണ്. ആ ഒരു ദിവസത്തെ വ്രതം കൊണ്ട് ഒരു വർഷം മുഴുവനുള്ള ഏകാദശിയുടെ വ്രതം പുണ്യമായിട്ട് അനുഭവിക്കാനും ആ ഒരു വർഷത്തെ മുഴുവൻ ദോഷഫലപരമായിട്ടുള്ള കാര്യങ്ങൾ മാറി നമുക്ക് ആ വ്രതാനുഷ്ഠാനത്തോടു കൂടി നമുക്ക് ഒരുപാട് നേട്ടങ്ങളും അതുപോലെ സബലീകരണവും ആഗ്രഹ സബലീകരണവും ഒക്കെ നടക്കും. അതുമാത്രമല്ല ജ്ഞാനേന്ദ്രിയങ്ങളെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്യും. അന്നേ ദിവസം നാമജപത്തിൽ മുഴുകുകയും മനസ്സ് ഈശ്വരനെ മാത്രം നമ്മൾ അർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനവും വിഷ്ണു പൂജ, ദാനം ഇവ നൽകുന്നതൊക്കെ ഉത്തമമാണ്. അന്നേ ദിവസം നമ്മൾ ഈ നിർജ്ജല ഏകാദശി എടുക്കുന്നതിനോടൊപ്പം തന്നെ ദാനം ചെയ്യുന്നതും, വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുന്നതും ഒക്കെ അതിവിശേഷമാണ്. അപ്പോൾ ആ ഒരു വർഷത്തെ 24 ഏകാദശിയുടെയും പുണ്യം നമുക്ക് ഈ നിർജ്ജല ഏകാദശിയിൽ കിട്ടും. അതുകൊണ്ട് അത് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് ഒരു തുള്ളി ജലം പോലും നമ്മൾ എടുക്കാതെ പൂർണ്ണ ഉപവാസത്തോടു കൂടി തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഈ നിർജ്ജല ഏകാദശിയുടെ ഏറ്റവും പ്രത്യേകത.